ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഞാൻ എങ്ങനെയാണെന്ന് ഒതുക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് കബോർഡ്. ഇത് ഞാൻ എല്ലാം ഒതുക്കി വെക്കുന്നതിന് മുന്നേ എടുത്തതായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മേക്ക് ഓവർ ചെയ്ത റൂമിലെ കബോർഡാണ്. അപ്പോൾ ഇതിലെല്ലാ സാധനങ്ങളും ഞാൻ ഒതുക്കി വെച്ചിട്ട് അതിന് ശേഷമുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുള്ള വ്യൂ. ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രാഫ്റ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാവുന്ന രീതിക്കാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ തുടങ്ങിയത് തന്നെ ഈ ഒരു ഡോറിൽ നിന്നായിരുന്നു. ഇതിൽ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് നല്ല പഴച്ചുള്ള ടേപ്പ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഞാനത് പറിക്കാൻ കുറേ നോക്കി നടന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസം പ്രിൻ്റ് എടുത്ത ആ പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചു. കുറച്ചുകൂടി നീറ്റാക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോ കബോർഡിൽ പെട്ടെന്ന്, അതായത് ഞാൻ മുമ്പേ വിചാരിച്ചിരുന്നു എനിക്ക് ഇന്നൊരു സാധനം വേണമെന്ന് പറയുമ്പോൾ വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും എനിക്ക് കിട്ടാവുന്ന രീതിക്ക് അത് വെക്കണം, ഇന്ന സ്ഥലത്ത് ഇരിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ഒരു ഓർമ്മ കിട്ടുന്ന രീതിക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനിതെല്ലാം വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കബോർഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബ്രഷ്, അതുപോലെയുള്ള പേന, പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അറ്റത്ത് ഇതൊരു ഫ്ലാസ്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മരത്തിൻ്റെ കമ്പുകൾ, പിന്നെ അതുപോലെ നമ്മുടെ ചൂലിൻ്റെ മുകളിൽ ഭാഗം പുൽച്ചൂലിൻ്റെ മുകളിൽ ഭാഗം കട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഈ മുളയുടെ പോലത്തെ പീസുകളുണ്ടാവും. അത്, പിന്നെ ഇതാ ഈ ഒരു ഫോയിൽ പേപ്പർ, ഓരോ ബോക്സിലും ഓരോന്നോരോന്ന് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൂണ്ടാക്കുന്ന കമ്പികൾ, അതുപോലെ ഈ ഒരു സ്ക്യൂൾ സ്റ്റിക്ക്, അതിനെന്താ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു ബുക്ക് കവർ ചെയ്ത പേപ്പർ, പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകൾ. അത് ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിയതല്ല, നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, ഐസ്ക്രീമിൻ്റെ സ്പൂണായിട്ട് കിട്ടുമല്ലോ, അതങ്ങനെ വെച്ചതാണ്. പിന്നെ ഇത് മൊത്തം ബ്രഷുകളാണ്. ഇതൊക്കെ ഒരുപാട് പഴയതാട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞിൻ്റെ പല്ലേക്കുന്ന പഴയ ബ്രഷായിരുന്നു. ഈ ബോട്ടിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പെയിൻറ്റിങ്ങിനെ സ്പ്രേ ചെയ്തിട്ട് പോയിൻ്റായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ബ്രഷ്. ഇതൊരു പേപ്പർ സ്ട്രോയുടെ പാക്കറ്റ്. പിന്നെ ഇതിനകത്ത് നിറച്ച് ഞാനിത് ചെറിയ വേസ്റ്റ് ഇടാൻ വേണ്ടി ഇത് വാങ്ങിയതാണ്. അതിനകത്ത് ഞാൻ കുറച്ച് ഇതുപോലത്തെ ക്ലിപ്പ്, ഹാങ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ വേറെ കുറച്ച് ഉണ്ടാക്കി കുറേ പൂവിൻ്റെ കുറച്ച് സംഭവമുണ്ട്. ഇത് ഡെക്കറേഷൻ്റെ പേപ്പർ, ഇത് A4 കട്ടിങ് മാറ്റ്. ഞാനത് വാങ്ങി വെച്ചെങ്കിലും അതിലൊന്നും ആക്കാൻ, അത് മുറിയുമോ എന്നുള്ള പേടി കാരണം അത് എടുക്കാതെ വെച്ചേക്കാം. ഈ ഒരു ഐറ്റംസ് മൊത്തം പശയാണ്, പല ടൈപ്പിലെ പശ. ഫെവി ബോണ്ടുണ്ട്, ഫെവിക്കോളുണ്ട്, നോർമൽ പശയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലൊരു സാനിറ്റൈസറിൻ്റെ കൊറോണ ടൈമിൽ വാങ്ങിയ സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ്. നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ എടുക്കാമല്ലോ, വെള്ളമാക്കിയിട്ട്. അതിന് വേണ്ടി വെച്ചതാണ്. ഇതെല്ലാം പേപ്പർ കട്ടറുകളാണ്. അതുപോലെ തന്നെ പേപ്പർ കട്ടറുണ്ട്, സിക്സ് ആക്കിൻ്റെ സിസേഴ്സ്. ഇതെല്ലാം ഞാൻ ആ ക്രാഫ്റ്റിൻ്റെ വീഡിയോസിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നത് കൂടുതലായിട്ടും. ഇതിൽ ഞാൻ അല്ലാതെ നമുക്ക് ഈ വേസ്റ്റ് ഐറ്റംസ് കളക്ട് ചെയ്തതും എല്ലാം ഉണ്ട്. ഇപ്പോൾ കാണിച്ച ബോക്സിലുണ്ടായിരുന്നൊക്കെ ഹൈലൈറ്റേഴ്സാണ്. ഇത് കുറേ മുത്തുകളാണ്. ഇത് ഞാൻ പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഡ്രീം ക്യാച്ചർ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ചെയ്ത സമയത്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറേ ഡ്രീം ക്യാച്ചറിൻ്റെ നൂല്, അതിൻ്റെ റിങ്, മുത്തുകളൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. പിന്നെ ഈ ഒരു കവർ, ഇത് ലാക്ടോജൻ വാങ്ങിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്നൊരു സിൽവർ കളറിൽ പേപ്പറാണ്. പിന്നെ ഇതെല്ലാം ക്രയോൺസ്, പെൻസിൽ, നമ്മുടെ പെൻസിൽ കളേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം, ഗ്ലൂ ഗണ്ണ്. ഇതൊരു ക്ലേ ആണ്, ഓൺലൈൻ വാങ്ങിയത്, മെഴുകുതിരി, ഗ്ലാസ് കളേഴ്സ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എല്ലാം പെയിൻറ്റുകളാണ്. വാട്ടർ കളർ ഉണ്ട്, നമ്മുടെ നോർമൽ അക്രിലിക് കളേഴ്സ് ഉണ്ട്, ഫാബ്രിക് കളേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കളേഴ്സ് എല്ലാം ആ ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തുള്ള ആ ഒരു 3 ഡ്രോ ഉള്ള ഇതിൽ മൊത്തം റബ്ബർ, ഷാർപ്നറിനൊക്കെ കുറച്ച് ഗമയ്ക്ക് പറയാറില്ലേ, പഴയ കട്ടർ. ഇതെല്ലാം കുറച്ച് ചെറിയ ചെറിയ വുഡൻ ക്ലിപ്പുകൾ, നമ്മൾ ഈ ഫോട്ടോ ഹാങ് ചെയ്യാനൊക്കെ എടുക്കുന്ന പോലത്തെ ക്ലിപ്പുകൾ. ഇതെല്ലാം റെസിനാട്ട് ചെയ്ത കീ ചെയിൻസാണ്. ADR അങ്ങനെ കുറച്ച് ലെറ്റേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതായിരുന്നു. ഇതൊരു ബാറ്ററിയാണ്. ഇതെല്ലാം ബാക്കി വന്ന ക്ലേ ആണ്. അത്രയും അടുത്ത് ക്ലേ ബാക്കി ഇരിക്കുന്നുള്ളൂ. ഞാനൊരു 250 രൂപയുടെ വലിയ ബോക്സ് വാങ്ങിയത്, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകളുണ്ട്, ചെറിയ ഹാങ്ങറുള്ള ടൈപ്പ് കവറുകൾ. ആ കവറുകളാണ്. ഇതിലെല്ലാം പേനകൾ, അതായത് നോർമൽ നമ്മുടെ ബ്ലൂ ഇങ്ക് അല്ലാത്ത പേനകൾ, റെഡ്, ഗ്രീൻ, സിൽവർ കളർ, അങ്ങനത്തെ പേനകൾ. ഇതെല്ലാം വൈറ്റ് ബോർഡ് മാർക്കർ. ഇതെല്ലാം നമ്മുടെ തുണിയിൽ കുത്തുന്ന ക്ലിപ്പുകളുണ്ട്, മറ്റ് നോർമൽ വുഡൻ ക്ലിപ്പുകളുണ്ട്. ഇതെല്ലാം മാർക്കറുകളാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് കവേഴ്സ്, അതുപോലെ ക്രേപ്പ് പേപ്പേഴ്സ്. പ്ലാസ്റ്റിക് കവർ ഇല്ല ഇതിലെല്ലാം ക്രേപ്പ് പേപ്പേഴ്സാണ്, കട്ടിയുള്ളതും കട്ടിയില്ലാത്ത ടൈപ്പും. പിന്നെ ഇതെല്ലാം പേനകൾ, ജെൽ ടൈപ്പ്, സ്കെച്ച് പെൻസ്. അത്രയാണ് അവിടെ ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്തെന്ന് പറഞ്ഞാൽ
നമുക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതെല്ലാം ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പില്ലോ, 1-2 പില്ലോ ഉണ്ട്. ഇതെല്ലാം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സൈഡിൽ വെക്കാൻ പറ്റുന്ന, ഈ ഇലയും പൂവൊക്കെ വെക്കുന്ന പോലെ തന്നെ സൈഡിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ്. ഒരു ചെറിയൊരു ബോക്സ്. ഇതൊക്കെ എനിക്ക് എവിടെ നിന്നും കളഞ്ഞിട്ടിയത് കേട്ടോ. കളഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ട് ചെയ്ത് പറിക്കിയതല്ല. എവിടെ നിന്നൊക്കെ ആരൊക്കെ വേണ്ടത് വെച്ചതൊക്കെ ഞാൻ എടുത്തിട്ട് പോകുന്നത് അങ്ങനെ വെച്ചതാണ്. ഒരു ക്യാൻഡിൽ ഇതിപ്പോഴും വർക്ക് ചെയ്യും കേട്ടോ. ഒത്തിരി പഴയത്. അതെനിക്ക് തോന്നുന്നു 2018 ഒരു ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി വാങ്ങിയതായിരുന്നു. അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ചെറിയ മിറർ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിനിൽ പോകുന്ന ടൈമിൽ പണ്ട് ഈ 10 രൂപയുടെ ബുക്കുകളൊക്കെ കൊണ്ടില്ലേ ട്രെയിനിൽ, പണ്ടത്തെ കാലത്ത് അങ്ങനെ വാങ്ങിയതാണ്. ഇതിനകത്ത് ഞാൻ അന്ന് റൂം മേക്ക് ഓവറിൽ യൂസ് ചെയ്ത ലൈറ്റ്, അതുകൊണ്ട് ചെറിയ ബോക്സുകൾ. ഈ ഒരു ബോക്സൊക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പഴയ കുറച്ച് എൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ മൊബൈലിലെ കവേഴ്സ്. പിന്നെ താഴത്തെ ഭാഗത്ത് ഈ കവറുകളിലെല്ലാം നമ്മൾ ആപ്പിൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ പുറത്തെ സംഭവം ഉണ്ടല്ലോ, ഒരു പഞ്ഞി പോലത്തെ, എന്തായാലും പറയാൻ എനിക്കറിയില്ല, ആ ഒരു സംഭവം. ഇതെല്ലാം ബ്രൗൺ കളറിലെ പേപ്പേഴ്സ്. ഇത് ചെയ്തപ്പോൾ ഈ ബ്രൗൺ കളറിലെ പേപ്പേഴ്സ് എനിക്ക് നല്ല യൂസ്ഫുള്ളായി. അപ്പോൾ ഞാനതിങ്ങനെ കളയാതൊക്കെ അത് എടുത്തു വെച്ചതായിരുന്നു. പിന്നെ ബ്ലൂ കളറിൽ ഇപ്പോൾ കാണിച്ചത് മുഴുവൻ പ്ലാസ്റ്റിക് കവേഴ്സ്, പല കളറിലെ പ്ലാസ്റ്റിക് കവേഴ്സാണ്. അതുപോലെ ക്ലോത്ത് കവേഴ്സും പിന്നെ പഞ്ഞി ഒക്കെ. ഇത് ഞാൻ ഒതുക്കിയാലും ഇത് ഒതുങ്ങിയിരിക്കില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം ലാക്ടോജൻ്റെ പോലത്തെ, ലാക്ടോജൻ സെർലാക്കിൻ്റെയൊക്കെ കാർഡ്ബോർഡ് പീസുകൾ, അതുപോലത്തെ ചെറിയ കാർഡ്ബോർഡ് പീസുകൾ, ചെറിയ ബോക്സുകൾ, പേപ്പറുകൾ ബാക്കി വന്നത്. ഇതൊരു മഗ് വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സായിരുന്നു. പിന്നെ എഗ്ഗിൻ്റെ ട്രേ, നമ്മൾ മുട്ട വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ ടൈപ്പ് ട്രേ, കുറച്ച് ബബിൾ റാപ്പിൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ, അതൊക്കെയാണ് അവിടെ. ഇവിടെ എല്ലാം ഡയറി, പ്ലാനർ ഒക്കെ. ഇതൊക്കെ പെയിൻറ്റ് കഴിഞ്ഞ ബോട്ടിലുകളാണ്. എല്ലാ പെയിൻറ്റ് കഴിഞ്ഞ ബോട്ടിൽ, ചെറിയൊരു ലിംകയുടെ ബോട്ടിൽ, പ്ലാസ്റ്റിക് ടിന്നിൻ്റെ ക്യാപ്പ്, അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുടെ പൗഡറിൻ്റെ ടിന്ന്. ഇത് പഴയൊരു ട്രൈപോഡാണ്. ഇതെല്ലാം ഡയറികളാണ്. അതിന് താഴെ ഞാൻ ഉണ്ടാക്കിയ പ്ലാനറുണ്ട്. ഇതെല്ലാം ഈ ഒരു ഫയലിലെല്ലാം നമ്മുടെ ഇതില്ലേ ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ആ ഗ്ലിറ്റർ ഫോം ഷീറ്റ് അതിലിങ്ങനെ ഒതുക്കി വെച്ചതാണ്. പിന്നെ അതിലെ ഫയൽ പഴയ ഡോക്ടർ സ്കാനിങ്ങിൻ്റെ ഫയലൊക്കെ കേട്ടോ അതിനകത്തൊക്കെ വെച്ചത്. കളയാൻ തോന്നില്ല, അപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ വെച്ചതാണ്. അത് ഞാൻ ലേസർ പ്രിൻ്റ് എടുത്ത കുറച്ച് പേപ്പറുകൾ ബുക്ക് മാർക്കും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തത് അവിടെ വെച്ചതാണ്. ഞാൻ അതിൻ്റെ മുകളിലെ റോയിൽ ഈ ഒരു കവറിൽ റോസാപ്പൂല്ലേ, എന്തോ ഫംഗ്ഷന് കിട്ടിയ ഒരു റോസാപ്പൂ ആയിരുന്നു. ആ റോസാപ്പൂ ഇങ്ങനെ അതിനകത്ത് ഇട്ട് വെച്ചാൽ ഡ്രൈ ചെയ്യാൻ വെച്ചോന്നല്ല, പക്ഷേ ഇരുന്ന് ഡ്രൈ ആയിപ്പോയി. അങ്ങനെ അത് ഉണങ്ങി. ഇതെല്ലാം പേപ്പറുകൾ കട്ട് ചെയ്ത് നമ്മുടെ ഗിഫ്റ്റ് റാപ്പറിൻ്റെ ഒക്കെ ബാക്കി വന്ന പീസുകൾ ഇട്ട് വെച്ചതാണ്. ഇതെല്ലാം ബുക്ക് മാർക്കുകളാണ്. ഇത് ഈ ഒരു കൃഷ്ണനെ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കടയിൽ കൂടെ വന്നപ്പോൾ അങ്ങനെ അച്ഛൻ വാങ്ങിയിട്ട് തന്നോട്ട് ഞാൻ സൂക്ഷിച്ച് വയ്ക്കേണ്ട കൃഷ്ണനെ. ഇതെല്ലാം റിബൺസ്, സാറ്റൻ റിബൺസ്. ഇതിൽ പലതരത്തിലുള്ള ടേപ്പ്, മൈക്രോപോർ ഉണ്ട്, സെല്ലോ ടേപ്പ് ഉണ്ട്, ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്, നമ്മൾ ഈ കൊറിയറൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒട്ടിക്കുന്ന പോലത്തെ, കാർഡ്ബോർഡ് ഒട്ടിക്കുന്ന പോലത്തെ ടേപ്പുകളുണ്ട്. അത്രയാണ് അവിടെ. അടുത്ത ഇതെല്ലാം കേക്ക് ബോർഡുകളാണ്. പണ്ട് തൊട്ടേ വാങ്ങിയ കേക്ക് ബോർഡുകളൊക്കെ സൂക്ഷിച്ച് വെച്ചതാണ്. ഇത് ഞാൻ കേക്ക് ബോർഡിൽ ചെയ്തു. ഇതിനെന്താണ് പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണിത്. പിന്നെ പല ടൈപ്പിലെ ബോക്സുകളുണ്ട്, ഇങ്ങനെ ഈ ട്രാൻസ്പെറൻ്റായ ബോക്സുകളും, അങ്ങനെ കുറേ ബോക്സുകളുണ്ട്. ആ താഴത്തിരിക്കുന്ന ബോക്സ് നിറച്ച് പിസ്താഷ്യലാണ്. അതിൻ്റെ താഴത്തേൽ നിറച്ച് തൂവലുകൾ, ഡ്രീം ക്യാച്ചറിൻ്റെ തൂവൽ, അതെടുത്ത് ആകെ പറക്കുമാണ് ഞാൻ എടുക്കാത്തത്. നിറച്ച് തൂവലുകളാണ്. ഒത്തിരി പഴയതാട്ടോ, ഇപ്പോൾ വാങ്ങിയതൊന്നുമല്ല. ഇതിനകത്തൊക്കെ ബീഡ്സ്, പിന്നെ അതിനകത്ത് കുറേ കട്ട് ചെയ്ത നമ്മുടെ ഈ സ്ക്രാപ്പ് ബുക്കിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറുകളുടെ ബാക്കി. ഇതെല്ലാം ക്വില്ലിംഗ് പേപ്പറുകളാണ്. ഇതെല്ലാം ഒരു കമ്മലുണ്ടാക്കാൻ, ആ കമ്മൽ ട്രെൻഡിങ് ആയ ടൈം ഉണ്ടായിരുന്നല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അന്ന് ഉണ്ടാക്കിയൊരു കമ്മലാണിത്. അപ്പോൾ അന്നോട്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഒന്നും ചെയ്തില്ല, പക്ഷെ കളയാൻ തോന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു സാധനം കളയാറില്ല, മാക്സിമം എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അതവിടെ ഉണ്ട്. ബാക്കി ഈ ഒരു ബോക്സ് ഇത് ഞാൻ പറഞ്ഞു സ്ക്രാപ്പ് ബുക്കിൻ്റെ ബാക്കി വന്ന പേപ്പറുകളാണ്. ഈ ഒരു ബോക്സിൽ എനിക്ക് തോന്നുന്നു ഇതിൽ തൂവലാണെന്ന് തോന്നുന്നു, തൂവലാണ്. അപ്പോൾ മറ്റേ ബോക്സിൽ തൂവലല്ല കേട്ടോ, പഴയ വയറുകളും സംഭവങ്ങളൊക്കെയാണ്. ഇതിലാണ് തൂവലുകൾ. അതിൻ്റെ താഴത്തെ ബോക്സ് മൊത്തം പല ടൈപ്പ് നൂലുകളാണ്. അതിൻ്റെ താഴത്തേലെല്ലാം നമ്മൾ ഈ പൂവുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സംഭവങ്ങൾ, ഈ പൂമ്പൊടി പോലത്തെ സാധനങ്ങൾ, ഇയർ ബഡ്സ് ഉണ്ട്. പിന്നെ ഇതൊരു ഈ കുങ്കുമപ്പൂ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിലല്ല, പ്ലാസ്റ്റിക് ടൈപ്പ്. പിന്നെ ഗ്രീൻ ടേപ്പ് ഉണ്ട്. അത്രയൊക്കെയാണ് ഈ കബോർഡിനകത്ത് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇപ്പം എനിക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന്. പിന്നെ ഇവിടെ ഒരു ഡ്രോ ഉണ്ട്. ഈ ഡ്രോയ്ക്കകത്ത്
എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്, പഴയൊരു ട്രൈപോഡ്, ഫോണിൻ്റെ സ്റ്റാൻഡുകൾ, ക്യാമറ, പഴയൊരു ക്യാമറ, പിന്നെ കുറച്ച് പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സ്, ബാറ്ററികൾ, സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ വേറെ അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, ലൈറ്റുകൾ, ചാർജർ, ഹെഡ്സെറ്റ്, കേബിള് ഒക്കെ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയും സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്